മംഗളവാർത്ത 1-ാം വെള്ളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷ ഭാഗ്യങ്ങൾ. പഴയ നിയമത്തിൽ മോശ നൽകിയ 10 പ്രമാണങ്ങളുടെ വിപുലീകരണം എന്ന പോലെയാണ് പുതിയ നിയമത്തിലെ സുവിശേഷ ഭാഗ്യങ്ങൾ. ആളും ആലംബവും ആശ്രയവുമില്ലാത്ത ദരിദ്രരുടെ പക്ഷം ചേർന്ന് അവർക്ക് പ്രതീക്ഷയാക്കുവാനുള്ള ആഹ്വാനമാണത്. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ വന്നിരിക്കുന്നു എന്ന മുഖവുരോടെയാണല്ലോ അവൻ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ആത്മാവിൽ ദരിദ്രരെ സന്തോഷിക്കുവാൻ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. അഹങ്കാരം വെടിഞ്ഞ് ഹൃദയലാളിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആത്മാവിൽ ദരിദ്രരാവുക. ദൈവത്തെ നഷ്ടപ്പെടുത്തിയാൽ ഇതിനാൽ വിലപിക്കുന്നവർ ഭൂമി അവകാശമാക്കും. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ വിലാപത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാം വാക്യം. ശാന്തശീലനായി യേശുവിനെ പിന്തുടർന്ന് അവന്റെ മുഖം വഹിക്കുന്നവരെ ആണ് ആശ്വസിപ്പിക്കപ്പെടുക. അവന്റെ ഓരോ അത്ഭുതങ്ങളും വേദന അനുഭവിക്കുന്നവരുടെ മേലുള്ള കാരുണ്യവും അനുകമ്പയുമായിരുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. യേശു അന്തരംഗത്തിൽ നിരന്തരം പിതാവിനെ ദർശിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. യേശുവുമായി ബന്ധപ്പെടുന്നവർക്കുവാൻ ഹൃദയശുദ്ധി ആവശ്യമാണ്. അവരും അപ്പോൾ സദാസമയം ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരാകും. സമാധാനത്തിന്റെ രാജാവായിട്ടാണ് മിശിഹ കടന്നു വരിക. അവൻ ശത്രുതയുടെ മതിലുകൾ തകർത്തവനാണ്. എഫേസ്യസ് 2-ാം അധ്യായം 14-ാം വാക്യം. രക്തം ചിന്തിക്കൊണ്ടാണ് അവൻ നമ്മെ ദൈവവുമായി അനുരഞ്ജിപ്പിച്ചത്. നീതിക്ക് വേണ്ടിയുള്ള പീഡനം എന്നാൽ നിയമം അനുഷ്ഠിക്കുന്നവരാവുക എന്നതാണ് പഴയ നിയമം കണക്കാക്കിയിരുന്നത്. പുതിയ നിയമത്തിൽ അത് യേശുവിനെ അനുകരിച്ച് ദൈവഹിതം നിറവേറ്റുന്നവരായി മാറുന്നു. അവനോടുള്ള വിശ്വസ്തതയുടെ പേരിൽ പീഡനം ഏൽക്കുന്നവർ സമാശ്വസിക്കപ്പെടും.